ദിലീപ് കുമാർ, ഒരിക്കലും കോൺഗ്രസ് പ്രസ്ഥാനം പ്രതീക്ഷിക്കാത്ത ഒരു പ്രതികരണമാണല്ലോ സുധാകരനിൽ നിന്നുണ്ടാകുന്നത്. കെ സുധാകരൻ കടുത്ത നിലപാടിലേക്ക് പോവുകയാണ്. അദ്ദേഹം ഇപ്പോൾ രാഷ്ട്രീയ പാർട്ടി രൂപീകരിക്കുമോ എന്ന കാര്യത്തിൽ അതിന് ചില നടപടിക്രമങ്ങളൊക്കെ ഉണ്ട്. തെരഞ്ഞെടുപ്പ് കമ്മീഷനിൽ പാർട്ടി രജിസ്റ്റർ ചെയ്യുക തുടങ്ങിയ നടപടിക്രമങ്ങളുണ്ട്. ഒരുപക്ഷെ അദ്ദേഹത്തിന് വേണമെങ്കിൽ ഒരു പാർട്ടി പ്രഖ്യാപിച്ചിട്ട് പിന്നീട് ആ നിലയിലേക്ക് മാറാം. പക്ഷേ ഇപ്പോൾ സ്വന്തം അനുയായികളെ കൂട്ടി ഒരു സമ്മർദ്ദ ഗ്രൂപ്പ് എന്ന നിലയിൽ ചില മണ്ഡലങ്ങളിൽ സ്ഥാനാർത്ഥികളെ നിർത്തുന്നതിനെ കുറിച്ചൊക്കെ ആലോചിക്കുന്നുണ്ട്. അത് പക്ഷേ ഹൈക്കമാൻഡിൽ ഈ ലിസ്റ്റ് അവസാനമായി അത് പ്രസിദ്ധീകരിക്കുന്നതിന് മുമ്പ്, അന്തിമ സ്ഥാനാർത്ഥി പട്ടിക പ്രസിദ്ധീകരിക്കുന്നതിന് മുമ്പുള്ള അവസാന സമ്മർദ്ദതന്ത്രമാണോ എന്ന് കണക്കുകൂട്ടുന്നവരുമുണ്ട്. ഏതായാലും കെ സുധാകരൻ പക്ഷേ കടുത്ത നിലപാടിൽ തന്നെയാണ്. അത്രത്തോളം വിവിധ മണ്ഡലങ്ങളിൽ സ്ഥാനാർത്ഥികളെ നിർത്തുമോ എന്ന കാര്യത്തിലൊന്നും ഒരു തീർപ്പായിട്ടില്ലെങ്കിലും സുധാകരൻ ഒരുപക്ഷെ കണ്ണൂരിൽ ഈ മത്സരിക്കാനുള്ള സാധ്യതയുണ്ട്. പക്ഷേ അദ്ദേഹത്തെ അനുനയിപ്പിക്കാൻ കഴിയും എന്ന പ്രതീക്ഷയിലാണ് കോൺഗ്രസ് നേതൃത്വമുള്ളത്. MP-മാർ മത്സരിക്കേണ്ടതില്ല എന്ന നിലപാട് ഹൈക്കമാൻഡാണ് കൈക്കൊണ്ടത്. ആർക്കെങ്കിലും ഒരാൾക്ക് ഇളവ് നൽകിയാൽ മറ്റു നേതാക്കൾക്കും ആ ഇളവ് ബാധകമാക്കേണ്ടി വരും എന്ന നിലപാടും ഹൈക്കമാൻഡിനുണ്ട്. സുധാകരനെ സംബന്ധിച്ച് കണ്ണൂർ നിയമസഭാ സീറ്റിൽ മത്സരിക്കണം എന്ന ആഗ്രഹം നേരത്തെ തന്നെ അദ്ദേഹം പരസ്യമായി നേതാക്കളെ അറിയിച്ചിരുന്നതാണ്. അത് പിന്നീട് മാധ്യമങ്ങളോട് അദ്ദേഹം തുറന്നു പറയുകയും ചെയ്തിരുന്നു. പക്ഷേ സുധാകരന് സീറ്റ് നൽകാൻ കോൺഗ്രസ് നേതൃത്വം ഒരുക്കമായിരുന്നില്ല. ഈ സാഹചര്യത്തിലാണ് സുധാകരൻ ഇത്തരമൊരു നിലപാട് സ്വീകരിക്കുന്നത്. KPCCയുടെ അധ്യക്ഷൻ എന്ന നിലയിൽ സംസ്ഥാനത്ത് പാർട്ടിയെ കൂടുതൽ ചലനാത്മകമാക്കിയ നേതാവ് എന്ന നിലയിലൊക്കെ കെ സുധാകരന് പ്രവർത്തകർക്കിടയിൽ വലിയ പിന്തുണയുണ്ട്. പക്ഷേ ആ പിന്തുണ പാർട്ടി വിടുന്ന ഒരു ഘട്ടത്തിൽ, അത് നമ്മൾ നേരത്തെ കരുണാകരൻ കോൺഗ്രസ് വിട്ട് DIC രൂപീകരിച്ചപ്പോഴൊക്കെ അത് ആ നിലയിൽ കേരളം കണ്ടിട്ടുള്ളതാണ്. അത്തരമൊരു പിന്തുണ ഇപ്പോൾ കെ സുധാകരൻ ആർജിക്കാൻ കഴിയുമോ? നേരത്തെ കെ സുധാകരൻ്റെ വിശ്വസ്തനായിരുന്നു ഇപ്പോഴത്തെ KPCC പ്രസിഡന്റ് അഡ്വക്കേറ്റ് സണ്ണി ജോസഫ്. അദ്ദേഹം കൂടെ നിൽക്കില്ല എന്ന കാര്യം ഉറപ്പാണ്. കണ്ണൂർ DCC പ്രസിഡന്റ് മാർട്ടിൻ ജോർജ് കൂടെ നിൽക്കുമോ എന്ന കാര്യത്തിൽ ഉറപ്പില്ല. അദ്ദേഹം വിശ്വസ്തർ എന്ന് കരുതുന്ന റിജിൽ മാക്കുറ്റി അടക്കമുള്ളവർ പോലും ഇത്തരമൊരു തീരുമാനമെടുത്താൽ ഒപ്പമുണ്ടാകുമോ എന്ന കാര്യം ഇപ്പോഴും ഉറപ്പില്ലാത്ത ഒരു സാഹചര്യത്തിൽ കെ സുധാകരൻ അത്തരമൊരു നിലപാട് സ്വീകരിക്കുമോ എന്നത് ഏവരും ഉറ്റുനോക്കുകയാണ്. നേരത്തെ കണ്ണൂരിൽ CPIM-നെ മുഖാമുഖം നേരിടുന്നതിൽ അതിലൂടെയാണ് കെ സുധാകരൻ്റെ നിലപാട് കോൺഗ്രസ് പ്രവർത്തകർക്കിടയിൽ വലിയ പ്രിയങ്കരനായത്. അവിടെ കണ്ണൂരിൽ CPIM-ഉം കോൺഗ്രസും തമ്മിൽ ഒരു കാലത്ത് വലിയ സംഘർഷം നടന്നിരുന്നു. അന്ന് ജില്ലയിലെ കോൺഗ്രസിനെ നയിച്ച ആളെന്ന നിലയിൽ കരുണാകരന് വലിയ പിന്തുണ സംസ്ഥാനത്തെ കോൺഗ്രസ് പ്രവർത്തകരുടെ ഭാഗത്ത് നിന്നുണ്ടാവുകയും ചെയ്തിരുന്നു. കെ സുധാകരനെ സംബന്ധിച്ച് അദ്ദേഹം തന്നെ പലപ്പോഴും പറഞ്ഞിട്ടുള്ളതാണ്. ബ്രണ്ണൻ കോളേജിൽ അദ്ദേഹം പഠിച്ച കാലം, പിണറായി വിജയൻ അന്ന് ആ കോളേജിൽ പഠിച്ചിരുന്ന കാലത്തും ആ വിദ്യാർത്ഥി രാഷ്ട്രീയത്തിൻ്റെ ഭാഗമായി ഇരുവരും തമ്മിലുണ്ടായിരുന്ന ഏറ്റുമുട്ടലുകളെക്കുറിച്ച്, പിന്നീട് കോൺഗ്രസ് പിളർപ്പിൻ്റെ കാലത്ത് സംഘടനാ കോൺഗ്രസിൽ നിലയുറപ്പിച്ച കെ സുധാകരൻ പാർട്ടിയിൽ നിന്ന് പിന്നീട് ഈ സംഘടനാ കോൺഗ്രസ് ഇന്ദിരാഗാന്ധിയുടെ നയങ്ങളുമായൊക്കെ ചൊല്ലി വലിയ കലഹമുണ്ടാവുകയും അത് അകലുകയും ഒക്കെ ചെയ്ത് കേന്ദ്രത്തിലെ ജനതാ പാർട്ടിയുടെ രൂപീകരണത്തിലോട്ടൊക്കെ വഴിവെച്ച കാലം. അന്ന് കെ സുധാകരൻ ജനതാ പാർട്ടിയുടെ സ്ഥാനാർത്ഥിയായി മത്സരിച്ചിട്ടുണ്ട് എടക്കാട്. പിന്നീട് അങ്ങനെയുള്ള ആ ഒരു പാരമ്പര്യം, പിന്നീട് 82-ലാണ് കെ സുധാകരൻ കോൺഗ്രസിലേക്ക് തിരിച്ചെത്തുന്നത്. സുധാകരനെ സംബന്ധിച്ച് കണ്ണൂരിലെ കോൺഗ്രസ് എന്നാൽ കെ സുധാകരൻ എന്ന നേരത്തെ ആ നിലയിലുള്ള ഒരു പര്യായം തന്നെ ഉണ്ടായിരുന്നു. കണ്ണൂർ കോൺഗ്രസ് സമം കെ സുധാകരൻ എന്ന്. അതിൽ നിന്ന് പിന്നീട് പല നേതാക്കൾ ഉദയം ചെയ്തു. കെ സുധാകരൻ തന്നെ വളർത്തിക്കൊണ്ടുവന്ന പല നേതാക്കൾ, അവരിലേക്കൊക്കെ കോൺഗ്രസിൻ്റെ ജില്ലാ നേതൃത്വം എത്തിച്ചേർന്നിട്ടുണ്ട്. അതൊക്കെ കെ സുധാകരൻ ഒരുപക്ഷെ തിരിച്ചറിയുന്നുണ്ടാകാം. ഏതായാലും ഇപ്പോൾ കെ സുധാകരൻ കടുത്ത നിലപാട് എടുക്കുമെന്ന് തന്നെയാണ് അറിയാൻ കഴിയുന്നത്. ഉച്ചയ്ക്ക് 12 മണിക്ക് സുധാകരൻ വാർത്താ സമ്മേളനം വിളിച്ചിട്ടുണ്ട്. SKN. ഓക്കെ, ദിലീപ് കുമാറാണ് വിവരങ്ങൾ നൽകിയത്. ലോകത്തെവിടെയായാലും ഏത് സമയത്തും 24 വാർത്തകളും ഓഗ്മെന്റഡ് റിയാലിറ്റി പാക്കേജുകളും എക്സ്പ്ലെയിനറുകളും വിശദമായി കാണാൻ ഞങ്ങളുടെ YouTube ചാനൽ നിങ്ങൾക്ക് സബ്സ്ക്രൈബ് ചെയ്യാം.